ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 37 സങ്കീർത്തനം 26 വാക്യം. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ലണ്ടൻ നഗരത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെ ബെഞ്ചിൽ ഓരോ വൈകുന്നേരവും തോമസ് ബെൽ വന്നിരിക്കുമായിരുന്നു. ഭാര്യയുടെ രോഗം, ജോലി നഷ്ടം, പിന്നെ ഏകാന്തത എല്ലാം ഒരു അക്കൗണ്ടൻ്റായിരുന്ന തൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എല്ലായ്പ്പോഴും ഒരു നാണയം സൂക്ഷിച്ചിരുന്നു. തൻ്റെ ഭാഗ്യ അടയാളമായി അദ്ദേഹം കരുതിയ ഒരു നാണയം. ഒരു മഴയുള്ള വൈകുന്നേരം നനഞ്ഞ കണ്ണുകളുമായി ഒരു പെൺകുട്ടി ബെഞ്ചിനരികിൽ വന്നു. അവളുടെ കയ്യിൽ ചെറിയ ഒരു ബാഗ് മാത്രം. അവൾ ചോദിച്ചു, അങ്കിൾ, ഇവിടെ നിന്നും ഇപ്പോൾ ട്രെയിൻ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല മോളെ, രാവിലെ ട്രെയിൻ കിട്ടും. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. എനിക്ക് ഇന്ന് രാത്രിക്ക് ഒന്നുമില്ല. തോമസ് ബെൽ പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്ന ഒരു നാണയം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതിരിക്കട്ടെ, ഒരു ചായയെങ്കിലും കുടിക്കാം. അവൾ ചോദിച്ചു, അങ്കിളിന് വേറെയുണ്ടോ? തോമസ് ബെൽ ചിരിച്ചു. ഇന്നത്തെ എൻ്റെ സമ്പാദ്യം നീയാണ്. അവൾ നന്ദിയോടെ പോയി. അടുത്ത ദിവസം വൈകുന്നേരം തോമസ് ബെൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു കാർ മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്ന് മാന്യനായ ഒരാൾ ഇറങ്ങി. തോമസ് ബെൽ? അതെ, ഞാൻ നിങ്ങളുടെ പഴയ ഓഫീസിലെ മാനേജരാണ്. ഇന്നലെ എൻ്റെ മകളെയാണ് നിങ്ങൾ സഹായിച്ചത്. അദ്ദേഹം ഒരു കവർ നീട്ടി. അതിൽ ജോലി ഓഫറും പഴയ കടയുടെ കീയുമുണ്ടായിരുന്നു. തോമസ് ബെൽ ചിന്തിച്ചു, തൻ്റെ ഭാഗ്യലക്ഷണമായ നാണയം തനിക്ക് ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നു. തോമസ് ബെല്ലിൻ്റെ കൈവശം ആകെ അവശേഷിച്ചിരുന്ന നാണയം, തൻ്റെ ഭാഗ്യലക്ഷണമായ നാണയം ആരെന്നറിയാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി ചെലവിടാൻ അദ്ദേഹം തയ്യാറായി. തൻ്റെ ഭാഗ്യം മറ്റൊരാൾക്ക് ഇത് വളരെ മഹത്തായ ഒരനുഭവമാണ്. അദ്ദേഹത്തെക്കാൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ആ പെൺകുട്ടിക്ക് തന്നേക്കാൾ ആ പണം അത്യാവശ്യമായിരിക്കുന്നു. നമ്മേക്കാൾ അത്യാവശ്യത്തിലായിരിക്കുന്ന എത്രയധികം ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗ്യം മറ്റൊരാൾക്കായി ചിലവിടുവാൻ നാം തയ്യാറാണോ? ഭാഗ്യമെന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കേവലം ലക്ക് എന്നല്ല, അനുഗ്രഹം എന്നാണ്. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കും അനുഗ്രഹം ഉണ്ടാകുന്നത്. അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുവാൻ മടിയുള്ളവർക്ക് എങ്ങനെയാണ് അനുഗ്രഹം ഉണ്ടാവുക? പങ്കുവെക്കപ്പെടാത്ത അനുഗ്രഹം ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ദുഷിച്ചു പോകും. അല്പം വെള്ളമേ ഉള്ളൂ എങ്കിലും ഒഴുക്കുണ്ടെങ്കിൽ അത് ശുദ്ധമായിരിക്കും. ധാരാളതയല്ല അനുഗ്രഹം, പങ്കുവയ്ക്കുവാനുള്ള മനസ്സാണ്. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ക്രിസ്മസിലൂടെ വെളിപ്പെടുത്തുന്നതും അതാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹം അനേകർ അനുഗ്രഹിക്കപ്പെടുന്നതിന് വിനിയോഗിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മെയും നമുക്കുള്ളതിനെയും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി നമുക്കും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങിൽ നിന്നും പ്രാപിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ പക്വമായ മനസ്സ് ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.